ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. VN വീഡിയോ എഡിറ്റർ. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഹോം സ്ക്രീൻ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആകും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് പേജ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, നമുക്കൊരു വേറെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇത്രയധികം ഫീച്ചേഴ്സ് നൽകുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. സ്ക്രീനിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള ചുരുക്കം ചില ടൂൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് വേണ്ട വീഡിയോസ് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ്. ഇവിടെയാണ് നമ്മളെല്ലാ എഡിറ്റിങ്ങും ചെയ്യുന്നത്. ഒരു പ്രീമിയർ പ്രോയും അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയും പോലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും അടിയത്തെ ലെയറാണ് നമ്മുടെ പ്രൈമറി വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ വരുന്ന ഏരിയ. ടൈം ലൈൻ നമുക്കിങ്ങനെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ ലെയർ മെയിൻ വീഡിയോയ്ക്കാണ്. സെക്കൻഡറി ലെയറിൽ നമുക്ക് സെക്കൻഡറി വീഡിയോ ഇടാം അല്ലെങ്കിൽ ഫോട്ടോസും ഇടാം. അടുത്തത് ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ്. ഇനിയുള്ളത് മ്യൂസിക് ആഡ് ചെയ്യാനാണ്. 5 ട്രാക്ക് വരെ ഒരു ലെയറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആഡ് ചെയ്ത വീഡിയോസിലെ ലാസ്റ്റ് ക്ലിപ്പ് എനിക്ക് മൂവ് ചെയ്യണേൽ ഇതെങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എവിടെ വേണേലും നമുക്ക് കൊണ്ടിടാം. ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് സ്പീഡ് റാമ്പിങ്. സിസ്റ്റത്തിൽ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ലൈവ് പ്രിവ്യൂ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ സ്പീഡ് റാമിങ്ങിൻ്റെ കുറച്ച് പ്രീസെറ്റ്സും അവൈലബിൾ ആണ്. അടുത്ത ടൂളാണ് ട്രിമ്മിങ് ടൂൾ. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കണമെങ്കിൽ ഈ ട്രിമ്മിങ് ടൂൾ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഞാൻ ട്രിമ്മിങ് ടൂളിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് ടൂളാണ്. എനിക്ക് വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. അടുത്ത ഫീച്ചറാണ് ട്രാൻസിഷൻ. 2 ക്ലിപ്പുകളുടെ ഇടയിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലുള്ള കുറേ അടിപൊളി ട്രാൻസിഷൻസ് കിട്ടും. കുറേ അധികം നല്ല ട്രാൻസിഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓരോന്നും സെലക്ട് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസിഷനാണ് സൂം ട്രാൻസിഷൻ. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷനും നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫീച്ചറാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നൊരു ഫീച്ചർ. അടിയിലുള്ള ടൂൾ ബാറിൽ നിന്ന് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടൈറ്റിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി കുറേ ഫോൺസ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള കസ്റ്റം ഫോണ്ട് നമുക്കിതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിനെ നമുക്ക് കുറേ രീതിയിൽ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടപ്പെട്ട കളർ കൊടുക്കാൻ പറ്റും, ബോർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓപ്പോസിറ്റി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറുതായിട്ട് കുറച്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കതിൽ നിന്ന് പ്രിവ്യൂ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഇതിൻ്റെയും ആനിമേഷൻ ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഈ ആപ്പിലുള്ള ഒരു കിഡിലൻ ഫീച്ചറാണ് കീ ഫ്രെയിംസ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ക്ലിപ്പിൻ്റെ ഏകദേശം നടുക്ക് വെച്ച് ഞാൻ ആ ടെക്സ്റ്റ് പൊസിഷൻ കുറച്ച് മാറ്റി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു പുതിയ കീ ഫ്രെയിം അവിടെ ആഡായത് ഒരു ഡയമണ്ട് ഷേപ്പിൽ. ലാസ്റ്റ് ഞാൻ ആ ടെക്സ്റ്റിനെ സ്കെയിൽ ചെയ്ത് സൂം ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ കീ ഫ്രെയിം വെച്ച് നമുക്ക് ഒരുപാട് അനിമേഷൻസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വാട്ടർമാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ വീഡിയോയിലും ഉണ്ടാവും ആ ഓണറിൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. നമ്മുടെ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് വേണ്ട നെയിം ആഡ് ചെയ്യാം. അതിനുശേഷം വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഈ വാട്ടർമാർക്ക് കാണണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ലെങ്ത്തും വീഡിയോൻ്റെ ലെങ്ത്തും ഒരേപോലെ ആക്കുക. പിന്നെ ടെക്സ്റ്റിൻ്റെ വലിപ്പം കുറച്ചിട്ട് ഓപ്പോസിറ്റിയും കൂടെ കുറച്ച് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം.
സാധാരണ സ്ക്രീനിൻ്റെ ഒരു താഴെയോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ഫീച്ചറാണ് മ്യൂസിക് ആഡ് ചെയ്യുന്ന ഫീച്ചർ. ഇതിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് മ്യൂസിക്, ഒന്ന് സൗണ്ട് എഫക്ട്സ്, ഒന്ന് റെക്കോർഡ്. ഇതിൽ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മ്യൂസിക്, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലുള്ള മ്യൂസിക് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോർഷനാണ് വേണ്ടതെന്നും എത്ര വോളിയം വേണ്ടതെന്നൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആഡ് ചെയ്ത മ്യൂസിക്കിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോളിയം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല. നമ്മൾ സംസാരിക്കുന്ന ടൈമിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കണം. പിന്നെ സിനിമാറ്റിക് ഷോട്ട്സൊക്കെ വരുമ്പോൾ വോളിയം കുറച്ച് കൂട്ടിയിടണം. ഇവിടെ ഞാൻ ഫസ്റ്റ് 2 വീഡിയോയ്ക്കും വോളിയം കൂട്ടി കൊടുത്തിട്ട് മെയിൻ വീഡിയോയിലോട്ട് വന്നപ്പോൾ വോളിയം കുറച്ചു. അടുത്ത ടൂളാണ് ഫിക്സ് ടൂള്. ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ എഫക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഷെയ്ക്ക് ചെയ്യുന്നതും സൂം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ട്രാൻസിഷൻസ്. ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ ആപ്പിൻ്റെ. ഈ ഫിക്സ് എഫക്റ്റ് ഒരു ക്ലിപ്പിൽ ഒരെണ്ണം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ആപ്പിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 8 ടൂൾസ് ഇതുവരെ നോക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലെ ടൂൾ ബാർ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടം പോലെ ടൂൾസ് ഇനിയും ഉണ്ട്. ഓരോ ടൂളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇനി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓട്ടോ, ഒന്ന് മാനുവൽ. മാനുവലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.